എല്ലാവരെയും അറിയിക്കുവാനും ക്ഷണിക്കുവാനും വേണ്ടിയിട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. 2023 തൃശ്ശൂർ ജില്ലയിലുള്ള ഏകദേശം 40 സ്കൂളുകൾ ചേർന്ന് തൃശ്ശൂർ സെൻട്രൽ സഹോദയക്ക് രൂപം കൊടുത്തു. അത് ചാലക്കുടി, മാള, ഇരിഞ്ഞാലക്കുട, കയ്പമംഗലം, വലപ്പാട്, തൃപ്രയാറ് എന്നുള്ള സ്ഥലങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ 40ഓളം വിദ്യാലയങ്ങളുള്ളത്. ഇത് അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് പ്രോഗ്രസിന് വേണ്ടിയിട്ടാണ് ഈ തൃശ്ശൂർ സെൻട്രൽ സഹോദയ രൂപം കൊടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇവിടെ വന്നതിൻ്റെ മുഖ്യ ഉദ്ദേശം ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി ഒരു ടീച്ചേഴ്സ് കലോത്സവം നടക്കുകയാണ്. ഇതിന് വേദിയാകുന്നത് ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളാണ്. അപ്പൊ ഇതിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുക. ഇതിന്റെ വിശദമായ വിവരങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നോടൊപ്പം ഉള്ളത് 2 പേര് ക്രസന്റ് സ്കൂളിന്റെ മാനേജ്മെന്റ് പ്രതിനിധികളാണ്. വൈസ് ചെയർമാൻ ഹാറൂൺ സർ, ജോയിന്റ് സെക്രട്ടറി ഷാഹുൽ സർ. ഇനി തൃശ്ശൂർ സെൻട്രൽ സഹോദയയുടെ പ്രസിഡന്റ് ആണ് ഞാൻ. ഒപ്പം ചാലക്കുടി ക്രസന്റ് സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. നിങ്ങൾക്കറിയാമല്ലോ. തൃശ്ശൂർ സെൻട്രൽ സഹോദയയുടെ ട്രഷററാണ് റവറൻ ഫാദർ ഡോക്ടർ വർഗീസ് PJ. അച്ഛൻ മേച്ചിറ മാപ്സ് സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. പിന്നെ നമ്മുടെ കൂടെയുള്ളത് NM ജോർജ് സർ ആണ്. ജോർജ് സർ അഷ്ടമിച്ചിറ വിജയഗിരി സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. തൃശ്ശൂർ സെൻട്രൽ സഹോദയയുടെ ജോയിന്റ് സെക്രട്ടറിയും മെന്ററുമാണ് ഞങ്ങളുടെ. ഇപ്പോൾ കലോത്സവത്തെക്കുറിച്ച്, ഓഫ് സ്റ്റേജ് ആൻഡ് ഓൺ സ്റ്റേജ് കലോത്സവത്തെക്കുറിച്ച് ജോർജ് സാർ ഒരു 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. Thank you, sir. Yes. Good morning and നമസ്കാരം. സാർ, ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് തൃശ്ശൂർ സെൻട്രൽ സഹോദയയിലെ ടീച്ചേഴ്സിന്റെ കലോത്സവം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ വരുന്ന 5-ാം തീയതി ഒക്ടോബർ 5 വരുന്ന ശനിയാഴ്ച. ഈ തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകതയാണ് ടീച്ചേഴ്സിന് ഒരു കലോത്സവം നടത്തുക എന്ന് പറഞ്ഞാൽ. കുട്ടികളുടെ കലോത്സവം ഇനി വരുന്നുണ്ട്. അതിനു മുമ്പ് മറ്റ് പല സഹോദരിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ ഇപ്പോൾ ആദ്യത്തെ പടിയായിട്ട് നമ്മൾ ടീച്ചേഴ്സിന്റെ കലോത്സവം നടക്കുകയാണ്. അത് ഈ വരുന്ന ശനിയാഴ്ചയാണ്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു ദിവസം കൊണ്ട് തീർക്കാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നല്ല ഒരു താല്പര്യം കാണിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ഈ ഓഫ് സ്റ്റേജ് ഐറ്റം രചനകൾ, അതുപോലെ തന്നെ ചിത്രരചന, ഇങ്ങനെയുള്ള ഓഫ് സ്റ്റേജ് ഐറ്റം എല്ലാം കഴിഞ്ഞ് ശനിയാഴ്ച തീർന്നു. ഏതാണ്ട് ഒരു 12 ഐറ്റം കഴിഞ്ഞ് അതിന് റിസൾട്ട് വായിക്കും. ഇനി വരാൻ പോകുന്ന ഒരു 13 ഐറ്റം, മൊത്തത്തിൽ 25 ഐറ്റമാണുള്ളത്. അതിൽ ഗ്രൂപ്പ് ഇവൻറ്റ്സ് ഉണ്ട്, അതുപോലെ ഇൻഡിവിജ്വൽ ഇവൻറ്റ്സ് ഉണ്ട്. അതിൽ ഡാൻസ്, പിന്നെ ഗ്രൂപ്പ് ഡാൻസ്, തിരുവാതിര, സംഘഗാനം, അതോടൊപ്പം തന്നെ റെസിറ്റേഷൻ, അങ്ങനെയുള്ള എല്ലാം കൂടെ പുതിയൊരു 12 ഇവൻറ്റ് അടുത്ത ദിവസം വരും. അത് 8:30 ക്രസന്റ് പബ്ലിക് സ്കൂളിൽ ആരംഭിച്ച് വൈകുന്നേരം 6:00 അവസാനിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ നമുക്ക് രജിസ്ട്രേഷൻ എല്ലാം പൂർത്തിയായി. 700ഓളം ടീച്ചേഴ്സ്. അതിൽ പ്രത്യേകത വെച്ചാൽ ടീച്ചേഴ്സ്, റെഗുലർ ടീച്ചേഴ്സ് മാത്രമേ, ഈ മെമ്പർ സ്കൂളിലെ റെഗുലർ ടീച്ചേഴ്സ് മാത്രമേ ഇതിൽ പങ്കെടുക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ സഹോദയ രൂപീകരിച്ചിട്ട് ആദ്യമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ നല്ല പ്രോത്സാഹനമായ രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷനാണ് സ്കൂളിൽ നിന്നുള്ളത്. തൃശ്ശൂരിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ടീച്ചേഴ്സ് നടന്ന കലോത്സവത്തിൽ. ഈ സഹോദരി ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു കലോത്സവം നടത്തുന്നത് തൃശ്ശൂർ ഒരു പ്രത്യേകതയാണ്. തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക പ്രത്യേകത കൊണ്ടായിരിക്കാം ഞാൻ പല സഹോദരികളും മാത്രം പ്രത്യേകതയായിട്ട് ഇത് വരികയാണ്. അതിൽ എല്ലാവരെയും നിങ്ങളെ സന്തോഷപൂർവ്വം ക്ഷണിക്കുകയും നിങ്ങൾ വേണ്ട ഒരു ഡെസിഗ്നേഷൻ പരമാവധി കൊടുത്ത് ഞങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യുമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു സമ്മപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ട്രഷറർ എത്രയും ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇതിനോടകം തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ആദ്യമായിട്ട് തൃശ്ശൂർ സെൻട്രൽ സഹോദയ ആദ്യമായിട്ട് നടത്തുന്ന ടീച്ചേഴ്സ് കലോത്സവമാണ്. അപ്പോൾ എന്താ പറയുക, കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ഒരു ട്രെയിനേഴ്സ് അവരുടെ കലാപ്രതിഭകളെ പങ്കുവെക്കുകയാണ്. ഞാനിപ്പോൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക എന്നുള്ളതാണ്.
നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇത് ആദ്യത്തെ കലോത്സവമാണ് ടീച്ചേഴ്സിന്റെ തൃശ്ശൂർ സെൻട്രൽ സഹോദയർ. അപ്പോൾ അത് ചാലക്കുടിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൊരു വേദി കൂടിയാണ്. അപ്പോൾ രാവിലത്തെ ഇനാഗുറേഷനും വൈകുന്നേരത്തെ വാലിഡക്ടറി ഫംഗ്ഷനും നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ഞങ്ങൾക്ക് നല്ലൊരു കവറേജ്, നിങ്ങളുടെ ഒരു സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ all are most cordially invited. Thank you so much. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടക്കുന്ന സെൻട്രൽ സഹോദയയുടെ ടീച്ചേഴ്സ് കലോത്സവം സംഘടിപ്പിക്കുവാൻ ചാലക്കുടി പ്രസിഡന്റിന് കഴിയുന്ന അഭിമാനം രേഖപ്പെടുത്തുകയാണ്. തന്നെയുമല്ല, നമ്മുടെ ചാലക്കുടിക്കാരുടെ അഭിമാനമായ ശ്രീ RLV രാമകൃഷ്ണനാണ് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നതും സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ശ്രീ രാജു പേരേപ്പാടൻ, അദ്ദേഹമാണ് ഇതിൻ്റെ രക്ഷാധികാരി, അദ്ദേഹം അധ്യക്ഷനായിരിക്കും. ശ്രീ AB ജോർജ് മുനിസിപ്പൽ ചെയർമാൻ സമ്മാനദാനം നിർവഹിക്കുന്നു. ബാക്കി മാനേജ്മെൻറ്റ് പ്രതിനിധികളും എല്ലാ സ്കൂളുകളുടെയും മാനേജ്മെൻറ്റ് പ്രതിനിധികളും അധ്യാപക പ്രതിനിധികളും എല്ലാവരും പങ്കെടുക്കുന്നതായിരിക്കും. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, മാധ്യമങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ എല്ലാ കാലത്തും ചെയ്യുന്ന പോലെ തന്നെ ഇതിലും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം, അവിടെ എത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചീഫ് പേട്രൺ ആയിട്ടുള്ളത് ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടനാണ്. മാളയിലുള്ള രാജു ഡേവിസ് സ്കൂളിന്റെ ഓണർ. നമ്മുടെ കലോത്സവത്തിന് വേദിയാകുന്നത് ക്രസന്റ് സ്കൂളാണെന്ന് മുൻപേ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ് എന്ന രീതിയിൽ വൈസ് ചെയർമാൻ ആയിട്ട് ഹറൂൺ സാറാണുള്ളത്. സാർ രണ്ടു വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. സഹോദയ കലോത്സവം ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടത്തുവാൻ സാധിച്ചതിൽ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. ഒക്ടോബർ 5-ാം തീയതിത്തെ ഫംഗ്ഷൻ വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അധ്യാപകർ 40 വിദ്യാലയങ്ങളിൽ നിന്നുമാണ് വരുന്നത്. CBSE സ്കൂൾ മാത്രമാണ്. സഹോദയ എന്ന് പറയുന്നത് CBSE ഫ്രട്ടേണിറ്റി ആണ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ അംഗീകാരത്തോടു കൂടി നടത്തുന്ന ഒരു അനക്സ് ആണ്. അതെ, സഹോദയ എന്ന് പറയുന്നത് അപ്രൂവ്ഡ് ബോഡിയാണ് അവരുടെ. അതെ, രാവിലെ 9 മണിക്കാണ് ഇനോഗ്രേഷൻ. സാർ പറഞ്ഞതുപോലെ ശ്രീ RLV രാമകൃഷ്ണനാണ് നിർവഹിക്കുന്നത്. അന്നത്തെ അധ്യക്ഷൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടനാണ്. രാവിലെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ്. കൂടാതെ മാനേജ്മെന്റ് പ്രതിനിധികളും ഓഫീസ് ബെയറേഴ്സ് എല്ലാവരും ഉണ്ടായിരിക്കും. പിന്നെ അന്നത്തെ സമാപന ചടങ്ങ് നടക്കുന്നത് 6:30-ക്കാണ് ക്രസന്റ് സ്കൂളിൽ തന്നെ സ്റ്റേജിൽ. അതിന്റെ അധ്യക്ഷനാകുന്നത് ക്രസന്റ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ചെയർമാൻ ശ്രീ MK അബ്ദുറഹ്മാൻ സാറാണ് അധ്യക്ഷനാകുന്നത്. ചീഫ് ഗസ്റ്റ് ആയിട്ടും സമ്മാനദാനവും നിർവഹിക്കാനായി വരുന്നത് ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ AB ജോർജ് ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസ്. യെസ്, ഇല്ല, ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ കാര്യം ഞാൻ പറയാം. ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ജൂണിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസം സെറ്റ് ആകാനും വന്ന കുട്ടികളുമായിട്ട് റാപ്പോ ബിൽഡപ്പ് ചെയ്യുന്ന പീരീഡാണ്. ഇതിനുശേഷം ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ ടീച്ചേഴ്സ് കലോത്സവം നടത്തിയിട്ട് വേണം ഒക്ടോബർ അവസാനത്തിൽ വരുമ്പോൾ 24, 25, 26 ആണ് കുട്ടികളുടെ കലോത്സവം നടക്കുന്നത്. വിജയഗിരി സ്കൂളിലാണ് വേദിയാണ്. ഇപ്പൊ ടീച്ചേഴ്സിന്റെ മത്സരങ്ങൾ കഴിഞ്ഞ് അവരെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് വേണം കുട്ടികളുടെ കലോത്സവം കഴിഞ്ഞ് അപ്പോൾ തന്നെ 10th and 12th കുട്ടികളുടെ ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ആയി. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഈ ടീച്ചേഴ്സിന്റെ എല്ലാ സ്കൂളുകളിൽ നിന്നും ടീച്ചേഴ്സ് വരുന്നത് ഒരിക്കലും അവരുടെ ക്ലാസ്സുകൾ കോംപ്രമൈസ് ചെയ്തിട്ടല്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 2 മണിക്ക്, ഇപ്പൊ നമ്മുടെ സ്കൂളിലാണെങ്കിൽ 2 മണിക്ക് സ്കൂൾ കഴിയും. 2:30-ക്ക് ടീച്ചേഴ്സ് അവിടെ സ്റ്റേ ബാക്ക് ചെയ്ത് 4 മണി വരെ നിന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഈ മത്സരങ്ങളിൽ അവരുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നത്. ഓരോ സ്കൂളുകാരും അങ്ങനെയാണ്. അപ്പൊ കുട്ടികളുടെ പഠനത്തെ കോംപ്രമൈസ് ചെയ്തിട്ടല്ല ഒരു ടീച്ചേഴ്സ് കലോത്സവം നമ്മൾ നടത്തുന്നത്. മറിച്ച് നേരത്തെ ബഹുമാനപ്പെട്ട അവർ ഈസച്ചൻ സൂചിപ്പിച്ചതുപോലെ അധ്യാപകരിലുള്ള പ്രതിഭയെ കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ ഒരു വേദി ഒരുക്കി കൊടുക്കുന്നു. ഇതാണ്
ഇതിന്റെ മോട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത് കോഓപ്പറേഷൻ റാദർ ദാൻ കോമ്പറ്റീഷൻ. മത്സരമല്ല മറിച്ച് സഹകരണമാണ് എന്നുള്ളതാണ് നമ്മുടെ ടാഗ് ലൈൻ. യെസ്, കോഓപ്പറേഷൻ റാദർ ദാൻ കോമ്പറ്റീഷൻ, ഇതാണ് നമ്മളുടെ ടാഗ് ലൈൻ. അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് സർ, അല്ലെ? സ്റ്റേജ്